നമസ്കാരം, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ കവിപ്രിയ. നമ്മളിപ്പോൾ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഷെരീൻ ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് ഷെറിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പബ്ലിക് സെക്ടർ ബാങ്കിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വരാനുള്ള സാഹചര്യം? അതായത് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, സെഡേറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിട്ട് വരുന്ന ഈ വെയിറ്റ് ഗെയിൻ ആയിരുന്നു. അതായത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒരു റീസണും ഇല്ലാതെ വെയിറ്റ് കൂടുക. അതുപോലെ ആ വെയിറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ചെറുതായിട്ട് ജോയിൻറ്റ് പെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് കാലിൽ നീര് വരിക. അങ്ങനെ ഒരു അൺകൺട്രോളബിൾ സിറ്റുവേഷനിലോട്ട് വന്നു. അപ്പോൾ ഈ ഫിസിക്കൽ സിറ്റുവേഷൻ കൊണ്ട് തന്നെ മെൻ്റലി ഒരു സ്ട്രെസ്സും എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തപ്പോൾ എല്ലാം ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു ബോർഡർ ലൈനിലായിരുന്നു എൻ്റെ പ്രഷറും അതുപോലെ യൂറിക് ആസിഡ് അങ്ങനെയുള്ള എല്ലാ ലെവൽസും. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു യു ടേൺ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഒരു മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിഫർ ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് നേച്ചർ ലൈഫിനെ കുറിച്ച് അറിഞ്ഞത്? നേച്ചർ ലൈഫിനെ കുറിച്ച് അറിഞ്ഞത്, ഞാനൊരു ദിവസം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസ്റ്റമർ, പുള്ളിക്കാരി എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പം അവരിങ്ങനെ വന്നിട്ട് പറയുണ്ടായി, നേച്ചർ ലൈഫിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഷുഗറും പ്രഷറും ഒക്കെ വളരെ കൺട്രോളബിളായി, മെഡിസിൻസൊക്കെ ഒഴിവാക്കി, വെയിറ്റ് ലോസ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ വരികയായിരുന്നു. അവരിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേഷ്യൻ്റായിരുന്നു? അതെ, ഒരാഴ്ച മുന്നാണ് അവരിവിടെ നിന്ന് പോയത്. ഓക്കെ, അവർക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? അവർക്ക് നല്ല ബെറ്റർനെസ് വന്നു. കാര്യം ഒരു 8 കിലോയോളം അവർക്ക് കുറയുണ്ടായി. അതോടൊപ്പം തന്നെ അവർ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആളിവിടെ നിന്ന് പോയത്. അതറിഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ വന്നത്? അതെ, അതറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ, എങ്ങനെയാണ് ബെനിഫിറ്റ്സ് കിട്ടിയത്, അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനൊരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഒരു കംഫർട്ട്, ഒരു ബെറ്റർനെസ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രിഫർ ചെയ്തത്. അപ്പം 2 രീതിയിലും എനിക്കത് കിട്ടിയെന്നുള്ളതാണ്. ഫിസിക്കലി അവർ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മഡും വെള്ളവും കൊണ്ടുള്ള തെറാപ്പീസ് ആയിരുന്നു. അത് വളരെ ഫിസിക്കൽ സൂത്തനിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഫുഡ് അവർ വളരെയധികം കൺട്രോൾ ചെയ്തു. ഫസ്റ്റ് ഡേയ്സ് എനിക്ക് പ്രകൃതിയോട് ഏറ്റവും അധികം ഇണങ്ങുന്ന ജങ്ക്സൊക്കെ ഇല്ലാത്ത നോർമൽ ഫുഡ്സാണ് തന്നത്. നെക്സ്റ്റ് ഡേ ഫ്രൂട്ട്സിലോട്ട് പോയി. പിന്നെ ആക്ച്വലി എനിക്കൊരു 8 ഡേയ്സ് ജ്യൂസ് ഡയറ്റ് എടുക്കാൻ പറ്റി. അതൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല എന്നെക്കൊണ്ട് പറ്റുമെന്ന്. അപ്പോൾ 8 ദിവസം ഫാസ്റ്റിംഗിലേക്ക് 8 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തു. അതിൽ ഫാസ്റ്റിംഗ് വെച്ചാൽ ജ്യൂസ് ഫാസ്റ്റിംഗ് ആണോ, എന്ത് ഫാസ്റ്റിംഗ് ആണ് ചെയ്തത്? 8 ദിവസം ഫാസ്റ്റിങ്ങിൽ ജ്യൂസ് ഫാസ്റ്റിംഗ് ആയിരുന്നു. അതിലും ലാസ്റ്റ് ഒരു 3 ഡേയ്സ് ലെമൺ ഹണി ഫാസ്റ്റിംഗ് മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ ചെറിയൊരു വീക്ക്നെസ്സൊക്കെ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു ഒരു എനർജി കംബാക്ക് പോലെ വരുമെന്ന്. എനിക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്തു. ഫസ്റ്റ് 2 ഡേയ്സ് വളരെ ഒരു ടയേർഡ്നെസ് തോന്നി. ഒരു 3-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വരാൻ തുടങ്ങി. അതായത് നോർമൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തോന്നുന്ന അതേ ഒരു എനർജി ലെവൽ എനിക്ക് അവസാനം വരെ ഫീൽ ചെയ്തു. പിന്നെ തിരിച്ചു പോകുമ്പോഴും അതേപോലെ തന്നെ ഒറ്റയടിക്ക് ഒരു ഹൈ റിച്ച് ആയിട്ടുള്ള ഫുഡിൽ പോകാണ്ട് സ്ലോലി ഫ്രൂട്ട്സ് അങ്ങനെയാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഫിസിക്കലി ഞാൻ കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയി എന്നാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ജോയിൻറ്റ് പെയിൻസ് ഒന്നും അനുഭവിക്കുന്നില്ല. അതാണ് ഫിസിക്കലി എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ മെൻ്റലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് അവരൊന്ന് റൂട്ടൈനിൽ കൊണ്ടുവരിക. അതായത് 5 അല്ലെങ്കിൽ 5:30 കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക. അത് കഴിഞ്ഞ ഉടനെ ഒരു ഡെയിലി വൈറ്റൽസിൻ്റെ ചെക്കപ്സ് ഉണ്ട്. അത് മെയിൻലി അതും കൂടെയാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഡയറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രകൃതി പരീക്ഷിക്കുന്നത്. അപ്പോൾ ജ്യൂസ് ഡയറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈറ്റൽസ് താഴ്ന്നു പോകുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡെയിലി മോർണിംഗ് ഇവർ നമ്മുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കംഫർട്ടബിൾ ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പകുതി ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു യോഗ സെഷനുണ്ട്. യോഗ സെഷൻ വളരെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ ഒരു എനർജി ബൂസ്റ്റിംഗ് കാര്യമാണ്. അതുപോലെ വളരെ ശ്വാസത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അത് നോർമലി നമ്മൾ എക്സസൈസിൽ ഒന്നും തന്നെ ചെയ്യാത്തൊരു കാര്യമാണ്. എക്സസൈസൊക്കെ നമ്മളൊരു ഫിസിക്കൽ ഇത് മാത്രമാണ് ചെയ്യുക.
പക്ഷേ യോഗയിൽ അങ്ങനെയല്ല, ഒരു ബ്രീത്തിങ്ങിനും കൂടി അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെൻ്റലി ഒരു കാംനെസ് കൊടുക്കുന്നുണ്ട്, ഫിസിക്കലി ഒരു സ്ട്രെങ്ത്തും തരുന്നുണ്ട്. പിന്നെ മൂന്നാമത് നമ്മളുടെ ഫുഡൊക്കെ കഴിക്കുന്നത് എപ്പോഴും നമ്മളൊരു ജോയിൻ്റായിട്ട് ഇരിക്കുന്ന ഒരു ഫാമിലിയിൽ പലപ്പോഴും നമുക്കിപ്പോൾ മിസ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് മിസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിപ്പോൾ എല്ലാവരും പല പ്രായത്തിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അതൊരു നല്ല എക്സ്പീരിയൻസായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈകുന്നേരം നൈറ്റൊക്കെ ഉള്ള ഒരു ഗെറ്റ് ടുഗദർ സെഷൻ ഇവിടെ ഉണ്ട്, നിഷ ക്ലബ് അങ്ങനെയാണ് അവരത് പേര് പറയുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക, അതിനേക്കാളധികം പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓരോരുത്തരും അവരവരുടെ ഇൻട്രസ്റ്റ് ഹോബീസൊക്കെ പലതും, ഞാനൊന്നും പാട്ടൊന്നും എൻ്റെ ജന്മത്തിൽ പാടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് അങ്ങനെ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത കലാപരിപാടികളൊക്കെ പരീക്ഷിച്ച് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഫിസിക്കൽ കണ്ടീഷൻസും മെൻ്റൽ കണ്ടീഷൻസും ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര റിലീവിങ് സെഷനാണ്. പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മറന്ന് ഒൺലി ആ അവർ ഓഫ് ദ ടൈം, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു സംഭവം, വളരെ റിലീവിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്? എനിക്കൊരു 13 ദിവസമാണ് ഇവിടെ നിൽക്കാൻ പറ്റിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, മെൻ്റലി ആൻഡ് ഫിസിക്കലി. അതുപോലെ എനിക്കൊരു കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വന്നതുപോലെ എൻ്റെ വെയിറ്റ് എനിക്ക് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 5 kg ഈ 10 ദിവസത്തെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ വേസ്റ്റിൻ്റെ സൈസൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇഞ്ച് ലോസ് എത്ര ആയിട്ടുണ്ട്? ഇഞ്ച് ലോസ് എനിക്ക് തോന്നുന്നു 20 സെൻറ്റിമീറ്റർ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. 5 കിലോ വെയിറ്റും 20 സെൻറ്റിമീറ്റർ ഇഞ്ചും ലോസ് ആയിട്ടുണ്ട്. അതിൻ്റെതായിട്ട് ഫിസിക്കലി ഒരു ലൈറ്റ്നെസ് ഫീൽ ആവുന്നുണ്ട്. ഫിസിക്കലി ഒരു ലൈറ്റ്നെസ് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസിനേക്കാൾ അധികം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജോയിൻസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി മറ്റ് കാര്യങ്ങളും, അതായത് കാലിലിടയ്ക്ക് നീര് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത നമ്മളുടെ ഫുഡ് പാറ്റേണും ഇവിടുത്തെ ഫുഡ് പാറ്റേണും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ നേരത്തെ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതിലും എന്തൊക്കെയാണ് ഡിഫറൻസും, പിന്നെ എങ്ങനെയാണ് അത് കോപ്പ് ചെയ്ത് വന്നതും, അതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൂടെ യൂസ് ആയിരിക്കും. അതായത് മുമ്പുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കൃത്യമായിട്ടൊരു ഫുഡ് പാറ്റേൺസ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ആളല്ല. പലപ്പോഴും ഞാൻ ഹോട്ടൽ ഫുഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് താമസിക്കുക, ജോലിയുടെ കാര്യമായിട്ട്. ഒറ്റയ്ക്കാവുമ്പോൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാനുള്ള മടി കൊണ്ട് പലപ്പോഴും ഞാൻ ഹോട്ടൽ ഫുഡ്സ് ആക്കാറുണ്ട്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ അൺകൺട്രോളബിളായിട്ട് വെയിറ്റൊക്കെ കൂടുമ്പം പെട്ടെന്ന് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് രാവിലെ ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും, രാത്രി എന്തെങ്കിലും കഴിക്കും, എന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യും, 1-2 കിലോ കുറയും, വീണ്ടും അഗെയിൻ പഴയ പാറ്റേണിൽ പോകും. പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയുക, ജ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലോട്ട് മാറ്റുക, അത് ശരിക്കും ഇവർ പറയുന്ന, അതായത് പ്രകൃതിയെ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻറ്റേർണൽ ഹീലിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് പോലും എൻ്റെ മൈൻഡിൽ ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുന്നതും ചെയ്തു തുടങ്ങുന്നത്. മറ്റത് ശരിക്കും ഞാൻ ജങ്ക്സൊക്കെ കഴിക്കുമായിരുന്നു. പലപ്പോഴും കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ ഡയറ്റ് പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാറ്റം കിട്ടി, അത് ഫോളോ ചെയ്യാനുള്ള ഒരു വിൽ പവറും കൂടെ കിട്ടിയിട്ടുണ്ടോ? വിൽ പവർ കുറച്ചൊക്കെ, അതായത് വിൽ പവർ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോർഡർ ലെവൽ താണ്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഇവിടെ വരുന്ന പല പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ പകുതി നമുക്കൊരു വിൽ പവർ തരുന്നതാണ്. എങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പ്രകൃതിയുടെ ലൈനിൽ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു 50% എങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ഫോളോ ചെയ്യും. ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി അഡ്വൈസായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്നേന്ന് പഠിച്ചിട്ടുള്ള കാര്യം, ഫുഡെന്ന് പറയുന്നത് മെഡിസിനാണ്, അല്ലെങ്കിൽ മോർ ദാൻ മെഡിസിനാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോളിൽ കൂടിയാണ് ബേസിക്കലി നമ്മുടെ എല്ലാം പറയുക. അതും പ്രകൃതിയോടടുത്ത് നിൽക്കുന്ന ഫുഡ്. പ്രകൃതിയോടടുത്ത് നിൽക്കുന്ന ഫുഡ് കഴിച്ചാൽ അസുഖങ്ങൾ കുറയും എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയായിരിക്കും. പക്ഷേ അതത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത് പരമാവധി ഫോളോ ചെയ്യുക. കാര്യം പിന്നീട് നമ്മൾ മെഡിസിൻസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നതിനേക്കാളും ഇത് വളരെ ബെറ്ററാണ്.
ഓക്കെ, ഇത്രയും നേരം ഇത്രയും എക്സ്പീരിയൻസ് വളരെ സ്മാർട്ടായിട്ട് ഷെയർ ചെയ്തതിന് നന്ദി. താങ്ക് യു. നന്ദി.